പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. യേശുവിൻ്റെ രണ്ടാം വരവ്. യേശു രണ്ടാമത് വരികയില്ലെന്നും അത് വെറും ഒരു വിശ്വാസം മാത്രമാണെന്നും സമീപകാലത്ത് ഒരു പാസ്റ്ററിൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. അതിന് അദ്ദേഹം ഉദ്ധരിച്ച വാക്യം മത്തായി 10:23 മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങൾ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ വചനപ്രകാരം 2000 വർഷങ്ങൾ ഇന്ന് കഴിഞ്ഞിട്ടും തൻ്റെ ശിഷ്യന്മാർ മരണം പ്രാപിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ശിഷ്യന്മാരെല്ലാവരും മരണം പ്രാപിച്ച ശേഷം ഇപ്പോഴും അവർ സഞ്ചരിക്കുന്നു എന്നത് തികച്ചും അല്ലെന്നും അതിനാൽ ഈ വചനാടിസ്ഥാനപ്രകാരം രണ്ടാം വരവ് ഉണ്ടാകുകയില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ യേശുവിൻ്റെ വരവിൻ്റെ പ്രധാന ഉദ്ദേശം ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനായിരുന്നു. ദൈവരാജ്യം വരുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് തൻ്റെ ശിഷ്യന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് മർക്കോസ് 9:1 ഇപ്രകാരം വചനം പറയുന്നു. യെരുശലേം ദേവാലയം AD 70 നശിപ്പിക്കപ്പെട്ടു. അന്നാണ് ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ പരിപൂർണത. മിസ്രയീം ദേശത്തെ ഫറവോൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കിയ പ്രകാരം റോമൻ സൈന്യാധിപനായ തീത്തോസിൻ്റെ ഹൃദയവും ദൈവം കഠിനമാക്കി. യെരുശലേം ദേവാലയം നിശേഷം AD 70 നശിപ്പിക്കപ്പെട്ടു. അതോടെ പഴയ നിയമ ബലിയും പൗരോഹിത്യവും നിന്നുപോയി. അത് നടക്കുന്നത് കാണുന്നതുവരെ തൻ്റെ ശിഷ്യന്മാരിൽ ചിലർ മരണം ആസ്വദിക്കുകയില്ലെന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ പൊരുൾ. അതുവരെ തൻ്റെ ശിഷ്യന്മാരും ഇസ്രായേൽ പട്ടണങ്ങൾ സഞ്ചരിച്ച് തീരുകയില്ലെന്നാണ് മത്തായി 10:23 പറയുന്നത്. മനുഷ്യപുത്രൻ എന്ന പദപ്രയോഗം ജെറുസലേമിൻ്റെ നാശത്തിൽ ദേവാലയവും നശിപ്പിക്കപ്പെടുമെന്നതിൻ്റെ സൂചനയായി മനുഷ്യപുത്രൻ എന്ന തെറ്റായ പരാവർത്തന പിശകാണ് ദൈവരാജ്യ സ്ഥാപനമെന്ന് തിരുത്തി വായിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് ശരിയായി മനസ്സിലാകും. യേശു എന്തിനാണ് ദൈവരാജ്യം സ്ഥാപിച്ചതെന്ന് ചിന്തിക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ കർമ്മപാവങ്ങൾക്കായി മോശ മുഖാന്തരം ദൈവം മൃഗബലി ഏർപ്പാടാക്കി. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ലെന്നുള്ള ദൈവപ്രമാണത്താൽ ബലിവസ്തുക്കൾ അന്ന് കോലാടും കുറുപ്രാവും കാളക്കിടാവും ആയ ഊമ മൃഗങ്ങളുടെ രക്തമായിരുന്നു. പാപമോചനത്തിനുള്ള മധ്യസ്ഥർ. ഇതായിരുന്നു ഒന്നാം ഉടമ്പടിയുടെ സ്ഥാപന ലക്ഷ്യം. എന്നാൽ ക്രമേണ യഹൂദപ്രമാണിമാരായ സപ്രന്മാരും ഋഷ്യന്മാരും പുരോഹിതന്മാരും തങ്ങളുടെ ദ്രവ്യാഗ്രഹ നിമിത്തം ബലി വസ്തുക്കൾക്ക് ഭീമമായ തുക ഈടാക്കുകയും പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്നത് മാറ്റി ദൈവം തൻ്റെ പുത്രനായ കുഞ്ഞാടിനെ സ്വർഗത്തിൽ നിന്നും അയച്ച പുതിയ നിയമത്തിൻ്റെ പാപമോചനത്തിനായി മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം അപ്പവീഞ്ഞുകൾ കൊണ്ടുള്ള രണ്ടാം ഉടമ്പടി യേശുവും ശിഷ്യന്മാരും ചേർന്ന് സെഹിയോൻ മാളികയിൽ വെച്ച് സ്ഥാപിച്ചു. ഇതാണ് എബ്രായർ 8:7 പറഞ്ഞിരിക്കുന്ന രണ്ടാം ഉടമ്പടി. ഒന്നാം ഉടമ്പടിയുടെ പാപമോചന മധ്യസ്ഥത ഊമമൃഗങ്ങൾ പലതും ആയിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ഏക മധ്യസ്ഥൻ നമുക്ക് ഉണ്ടെന്ന് 1 തീമോത്തിയോസ് 2:5
പറഞ്ഞിരിക്കുന്നു. ഈ ഏക മധ്യസ്ഥൻ എന്ന പദപ്രയോഗം വളച്ചൊടിച്ച് മധ്യസ്ഥ പ്രാർത്ഥന വിഗ്രഹാരാധനയ്ക്ക് സമം ആണെന്ന് ക്രിസ്തുവിൻ്റെ ഏജന്റുമാർ ദുരുപദേശം പ്രചരിപ്പിക്കുന്നു. അവർ കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്ന വചനത്തിൻ്റെ പൊരുൾ 1 പത്രോസ് 3:12 പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടില്ലാത്തതെന്നാണ് എൻ്റെ തിരുവെഴുത്തുകൾ വളച്ചൊടിക്കുന്നവരെ പറ്റി 2 പത്രോസ് 3:16 പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാകുന്നു. യേശുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റിയുള്ള വചനങ്ങളും സഭയുടെ പഠിപ്പിക്കലെ പറ്റിയും നമുക്ക് പരിശോധിക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാർ അവനോട് നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം ആവശ്യപ്പെട്ടതിന് യേശു അവരോട് മിന്നൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ വിളങ്ങുന്നതുപോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ വരവും. സൂര്യൻ ഇരുണ്ടുപോകുമെന്ന്, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകുന്ന കുരിശ് ആകാശത്ത് വിളങ്ങും. മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനികളോടെ കൂടെ അയക്കും. അവർ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർക്കും. മത്തായി 24:31. ഇതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഉപമയായിട്ടാണ് യേശു 10 കന്യകമാരുടെ ഉപമയ നമ്മളെ പഠിപ്പിക്കുന്നത്. 5 കന്യകമാർ ബുദ്ധിയുള്ളവർ എണ്ണ കരുതിയിരുന്നതായി കാണാം. സൽഗുണ സമ്പൂർണ്ണ അതയിൽ ജീവിതം നയിച്ച അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമായ സ്നേഹം, കരുണ, ദയ എന്നീ എണ്ണ സംഭരിച്ചുള്ള ക്രിസ്തീയ യേശുവിൻ്റെ ഭാവമുള്ളവരായി ജീവിക്കുമ്പോൾ നാമും അവനോടൊപ്പം അവരെപ്പോലെ എടുക്കപ്പെടാനുള്ള ജീവിത വിശുദ്ധിയുള്ളവരായി ജീവിക്കണം. ശിഷ്യന്മാരുടെ അന്ത്യകാലത്തെ സംബന്ധിച്ച് അവർ യേശുവിനോട് ചോദിച്ചതിന് പത്രോസിനോട് താൻ ഏതുവിധം ദൈവത്തെ മഹത്വപ്പെടുത്തി മരിക്കുമെന്ന് സൂചിപ്പിച്ച അതിന് ശേഷം തന്നെ ഒറ്റിക്കൊടുക്കുന്നവരാരാണെന്ന് സർവജ്ഞനായ ദൈവം യൂദായാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ പത്രോസ് യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് ഇവന് എന്ത് സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചതിന് യേശു ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് നിനക്ക് എന്ത്? യോഹന്നാൻ 21:22. ഇവിടെ ഞാൻ വരുവോളം എന്ന് യേശുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റി കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റി എബ്രായർ 9:28 പരാമർശിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. അങ്ങനെ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യോഹന്നാൻ 14:2. ഇത് ഭൂമിയിലല്ലെന്ന് നമുക്ക് അറിയാം. ഈ സ്ഥലത്ത് നമുക്ക് തൻ്റെ രണ്ടാം വരവിൽ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ഇരിപ്പാൻ ദൈവത്തെ പ്രാർത്ഥനയാലും നോയമ്പാലും പ്രസാദിപ്പിച്ച് ജീവിക്കാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക്
പോകുന്നവനായി നിങ്ങൾ കണ്ടപോലെ തന്നെ അവൻ വരും എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 1:11. ബൈബിൾ ക്രോഡീകരിച്ച് രൂപപ്പെടുത്തിയവർക്ക് പറ്റിയ പിശകാണ് ദൈവരാജ്യം വരുവോളം എന്നതിന് പകരം മനുഷ്യപുത്രൻ എന്ന് തെറ്റായി പരാവർത്തനം ചെയ്തത്. മത്തായി 10:23 മർക്കോസ് 9:1 മനുഷ്യപുത്രൻ എന്നതിന് പകരം ദൈവരാജ്യമെന്ന് തിരുത്തി വായിക്കുമ്പോൾ ഈ വചനങ്ങളുടെ പൊരുൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പരാവർത്തനങ്ങളുടെ ചില പിശകുകൾ വരുന്നതിന് ഉദാഹരണമാണ് ആദാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ അവർ ഇപ്പോൾ നമ്മിൽ ഒരുവനെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്ന് ഉൽപ്പത്തി 3:22. ഇവിടെ ശരിയായ പരാവർത്തനം അവർ ഇപ്പോൾ നമ്മിൽ ഒരുവനെപ്പോലെ അല്ലാതായിത്തീർന്നിരിക്കുന്നു എന്നാണ് വരേണ്ടത്. അതുപോലെ മത്തായി 10:23 മനുഷ്യപുത്രൻ എന്നതിന് യേശു എന്ന അർത്ഥത്തിലല്ല. ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പരിപൂർണത വരെ ശിഷ്യന്മാർ ഇസ്രായേൽ പട്ടണം ചുറ്റി സഞ്ചരിച്ച് തീരുകയില്ലെന്നാണ് ശരിയായ പരാവർത്തനം വരേണ്ടത്. പലരും ദുരുപദേശ പ്രചരണത്തിന് കാരണമായിട്ടുണ്ട് ഈ വചനം കൊണ്ട്. എങ്കിലും സഭയുടെ പാരമ്പര്യത്തിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 1:7 കാണാം. നമ്മുടെ സഭയുടെ വിശ്വാസ പ്രമാണത്തിലും നിന്റെ രണ്ടാം വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നുവെന്ന് നാം എപ്പോഴും ഏറ്റ് പറയുന്നുണ്ട്. നമ്മുടെ വലിയ നോയമ്പിലെ പ്രഭാത പ്രാർത്ഥനയുടെ 2ാം അപേക്ഷയിൽ നിന്റെ മാലാഖമാരുടെ വലിയ സ്തുതിയാൽ നീ എഴുന്നള്ളി വരുമ്പോൾ എന്നും രണ്ടാം വരവിനെ അനുസ്മരിക്കുന്നു. ഇത്രയും ഭാഗങ്ങൾ യേശുവിൻ്റെ രണ്ടാം വരവ് ഉണ്ടാകുമെന്നുള്ളതിനുള്ള വെളിച്ചം തരുന്നതാകയാൽ അത് സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിച്ച് കർത്താവിന് വേണ്ടി പ്രത്യാശയായി കാത്തിരിക്കാം. May God bless you. Thank you.